ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഇത് നമ്മുടെ റമദാനിലെ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മച്ചിയും കൂടിയാണ് അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ദോശയും ഇന്നലത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറുത്തരച്ച അയിലക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഒട്ടും തന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 4-5 ദോശയാണ് ഉണ്ടാക്കിയത്. അത് തന്നെ ബാക്കിയായിരുന്നേ. അങ്ങനെ മീൻകറി അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇന്നലെ ചോറും അവിയലും ഒക്കെ വെച്ചത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ രാത്രിയിൽ പിന്നീട് നോമ്പൊക്കെ തുറന്നിട്ട് ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സ് ഒരു സമൂസ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് കിടന്നിട്ട് പിന്നീട് ചോറ് എല്ലാവരും പേരിനും വേണ്ടി കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ബാക്കിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹേസുട്ടിന് കുറുക്കും കൂടെ കാച്ചി വെച്ചിട്ടാണ് ഞാൻ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമസ്കരിച്ചിട്ട് കുറച്ച് എഡിറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ റമദാൻ്റെ വീഡിയോ. അപ്പോൾ രാവിലെ വരെ ആയിരുന്നു എഡിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹേസുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഹേസുട്ടന് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹെൽത്ത് മിക്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹെൽത്ത് മിക്സൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഡയപ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊറിയർ വന്നു. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തു. അതിന് ശേഷം ഫ്രണ്ടിൽ ഇതേപോലെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അത് വലിയൊരു ഡ്യൂട്ടിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് എന്നും ഇപ്പോൾ ഫ്രണ്ടിൽ തുടപ്പ് തന്നെയാണ് ജോലി. കാരണം ഹീസുട്ടൻ ഏത് സമയം ഇതിൻ്റെ മേലിലായിരിക്കും കളിയും ഓരോന്ന് എഴുതി കളിക്കലാണ് കേട്ടോ. നമ്മളൊക്കെ പണ്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും അപ്പോൾ ക്ലീൻ ചെയ്യും. ഫ്രണ്ടിൽ ഇവിടെയും ഒന്ന് തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. ഹേസുട്ടൻ ഇപ്പോൾ വാപ്പച്ചിയുടെ റൂമിൽ നിന്ന് ഇറങ്ങാറേ ഇല്ല കേട്ടോ. വാപ്പച്ചി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് അവൻ്റെ കൂടെ എപ്പോഴും കളിയാണ് ഇപ്പോഴത്തെ പരിപാടി. ഞാൻ എപ്പോഴും ചെന്ന് കഥ കടയ്ക്കും അവൻ കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വാപ്പച്ചിക്ക് വിഷമമാണ്, അവനും വിഷമമാണ്. അവൻ പുറത്തു നിന്ന് വിളിക്കും, വാപ്പച്ചി കഥ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാപ്പച്ചി വിളിക്കും, അടച്ചിടണ്ട, അവൻ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. അവന് ഭയങ്കര വിഷമമാണ് വാപ്പച്ചി ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട്. എപ്പോഴും വാപ്പച്ചി ഇങ്ങനെ ആക്റ്റീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വാപ്പച്ചി ഇപ്പോൾ റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന് ഭയങ്കര വിഷമമാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഓക്കെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പ്രശ്നമെന്ന്. ഈ ഇടയ്ക്ക് എല്ലാവർക്കും ചുമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പച്ചിക്ക് കുറച്ചധികം നാൾ നീണ്ടു നിന്ന ചുമയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വൈറൽ ഒരു ചുമ പിടിപെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് വാപ്പച്ചിക്ക് നല്ല കടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഫെക്ഷനൊക്കെ ആയിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. പിന്നീട് ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി. കുറച്ചധികം ഇൻഫെക്ഷൻ ആയി പോയത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഡോക്ടർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റും കൂടെ എടുക്കുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. അപ്പോൾ ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ചുമ. നല്ല പ്രശ്നമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വന്നിട്ട് പോകാനായിട്ട് കുറച്ച് പാടുപെട്ടു. ആദ്യം ഹോസ്പിറ്റലിലൊക്കെ പോവാതെ തന്നെ ഹോം റെമഡീസൊക്കെ നോക്കി, കാപ്പിയൊക്കെ ഇട്ട് നോക്കി, ഉപ്പ് വെള്ളമൊക്കെ തൊണ്ടയിൽ പിടിച്ചു. എന്നിട്ട് ഒരു മാറ്റമില്ലേ. നമുക്ക് ചെറിയൊരു തൊണ്ടവേദന പോലെ വന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കുറച്ച് സീനൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ചുമ നിർത്താതെ ഡ്രൈ കഫ് പോലെ വരുവേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഉള്ളതുകൊണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെറിയ 2-3 ടാബ്ലറ്റൊക്കെ തന്നു. അതിന് ശേഷം അത് കഴിച്ചപ്പോൾ അതിൻ്റെ കോഴ്സ് തീർന്ന സമയത്ത് ഒരാശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഇതേപോലെ ചുമ വീണ്ടും വന്നു. അത് മാറുന്നേ ഇല്ല. അങ്ങനെയാണ് ഇൻഫെക്ഷനൊക്കെ ആയത് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. എങ്കിലും ചുമയോടൊപ്പം വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ബോഡി നല്ല വീക്കായിട്ടുണ്ട്. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലേ മാറത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലോഹറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലോഹറൊക്കെ നമസ്കരിച്ചിട്ട് അങ്ങനെ ഹേസുട്ടിനുള്ള ചോറ് കൊടുക്കണം. ഹേസുട്ട് രാവിലത്തെ കുറുക്കും കുടിച്ച് പിന്നീട് ഒരു പഴമൊക്കെ കഴിച്ചിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ്റെ റൊട്ടീനും ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. ഉറക്കമൊന്നും ശരിയാവുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ അപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അമ്മച്ചി.
അപ്പോൾ അപ്പം ഇന്നുണ്ടാക്കണം. ഇന്നലെ ചോറ് വെച്ചത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്തോ സത്യം പറഞ്ഞാൽ ചോറാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നോമ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും ആരും തന്നെ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് അപ്പവും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. മീൻകറി അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ വാപ്പച്ചിക്ക് എരിവ് പറ്റൂല കേട്ടോ. കാരണം നല്ല രീതിയിൽ ചുമച്ച് തൊണ്ടയൊക്കെ മുറിഞ്ഞൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് എരിവില്ലാതെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലെത്തിയിട്ടോ. അങ്ങനെ പ്ലാനിലൊക്കെയാണ്. അതിന് ശേഷം ഫുഡൊക്കെ റെഡി ആയപ്പോൾ ഹേസുട്ടനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നേ. ഒരു മീനും കൂടി എടുത്തിട്ട് അവിയലും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. സംഭവം ഇപ്പോൾ ചോറൊന്നും ഇഷ്ടമല്ല ആൾക്ക്. എപ്പോഴും എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കടി ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ലോറിൻ്റെ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്ക് വിശക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണർത്തി മുഖമൊക്കെ കഴുകി ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. എണീറ്റ പാടെ കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ കുറേ നേരം ആളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടൊക്കെ നടന്ന് കാര്യമൊക്കെ പറഞ്ഞ് മുഖമൊക്കെ കഴുകി ഒന്ന് ലെവലായതിന് ശേഷം മാത്രമേ വാ തുറക്കുള്ളൂ. അങ്ങനെയാണ്. അതിപ്പോൾ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇത് പക്ഷേ കുറച്ചധികം സമയം എടുക്കുമെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ എടുത്തൊന്ന് ആളെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒരു ഉറക്കച്ചടവ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആൾ ഓക്കെ ആവുന്നില്ല. കാരണം ആൾക്കും ഉറക്കം ശരിയായില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഓക്കെ ആവട്ടെ, വൈകുന്നേരം നേരത്തെ ഉറങ്ങാമല്ലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഞാൻ നേരത്തെ എടുത്ത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ല പാടാണ്. ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കാക്കയോ പൂച്ചയോ ഒക്കെ കാണിച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്ക് കളിയാണ്. ഭയങ്കര മണ്ണിലും കല്ലിലും ഒക്കെ കളിയാണ്. പിന്നീട് കല്ലും പറക്കി വരും. പിന്നെ അത് വായിലിടുന്ന പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ഇത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ പുറത്തിറക്കാതെ അകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ടിവിയോ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാർട്ടൂണോ ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് പരസ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ടി വിയിൽ കാണുന്ന. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അവന് ഇഷ്ടമുള്ള 2-3 പാട്ടുണ്ട്. കാട്ടിലെ കണ്ണനും കിയാ കിയാ കുരുവിയൊക്കെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്നലത്തെ നോമ്പ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ നോമ്പിന് അത്താഴത്തിന് എന്നാൽ ഞാൻ മുട്ട മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മുട്ടയും ഓറഞ്ചും അങ്ങനെ. പക്ഷേ നെയ്യത്തിൻ്റെ ബലം കൊണ്ടായിരിക്കുക എന്നുള്ള വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. എഴുന്നേറ്റ് പാടെ തന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ലോഹറായപ്പോൾ തന്നെ ഒരു ടയേർഡ് ഫീലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നോമ്പ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. നോമ്പുണ്ടോ? നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി കമൻറ്റിൽ പറയണം. ഞാൻ ഒരു ദിവസം ലൈവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പിന്നീട് അത് നടന്നില്ല. ഹീസുട്ടൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ലൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കരച്ചിലും സീനും ഒക്കെ ആയിരിക്കും. പിന്നെ അവനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ദിവസം ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിചാരിച്ചു പിന്നീട് ചെയ്യാമെന്ന്. കാരണം അവർ ഉറങ്ങിയിരുന്ന സമയത്താണ് ഞാൻ ലൈവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂടൊക്കെ കണ്ടിട്ട് ഇങ്ങനൊരു പരിപാടിയേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലും ലൈവ് ചെയ്യാം. എനിക്ക് ആഗ്രഹമുണ്ട് ലൈവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ്, അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. ഭയങ്കര കരച്ചിലും സീനും നിർബന്ധം ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ബഹളമൊക്കെ കാണിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് എടുത്ത സമയത്ത് തന്നെ എനിക്കറിയാം അവൻ അതിൻ്റെ കാൽഭാഗം മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ എനിക്ക് 2 പൂച്ചക്കുഞ്ഞുങ്ങളും കൂടിയുണ്ട്. പൂച്ചക്കുഞ്ഞല്ല, ഒരു പൂച്ചക്കുഞ്ഞും ഒരമ്മയും. അപ്പോൾ അവർക്കും കൂടെ കരുതിയിട്ടാണ് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ പ്ലേറ്റിൽ ഫുള്ള് കാണുന്ന സമയത്ത് ഇത്രയും കഴിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. അതിൻ്റെ കാൽഭാഗം മാത്രം, ബാക്കി പൂച്ചയ്ക്ക് കൊടുക്കും. അതിനും കൂടി എടുത്തതാണ്. നമുക്ക് നോമ്പാണെന്ന് കരുതിയിട്ട് എൻ്റെ അടുത്തൊക്കെ നോമ്പ് പിടിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ പൂച്ച സഹകരിക്കണില്ല ഗൈസ്. അപ്പോൾ അതിനൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. നല്ല വിശപ്പാണ്. നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകട്ടോ വീട്ടിൽ നിന്ന്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉമ്മച്ചി പറയുന്നുണ്ട് നിൻ്റെ പൂച്ചയും അമ്മയും കൂടെ ഞങ്ങൾ എടുത്തുകൊണ്ട് കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാവമല്ലേ, ഇവിടെ നിൽക്കട്ടെ, 2 മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ മീനൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ.
അപ്പോഴും ഞാൻ പറയാറില്ല പലപ്പോഴും ഉമ്മച്ചിയുടെ അടുത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പാക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയും. 2-3 ദിവസം ഇതേപോലെ മീനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. പിന്നീട് ഒളിച്ചിന് 2 പേർക്കും വഴക്കൊക്കെ കൊടുക്കും. ഡീസൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുമെന്നുള്ളത്. പിന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പം 2 പേരും ഡീസൻ്റ് ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇങ്ങനെ ഫുഡ് മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്താണ് 2 പേർക്കും ഭയങ്കര പ്രശ്നം. മീനൊന്ന് വെള്ളത്തിലെടുത്ത് ഇടുന്ന സമയത്തേ കരച്ചിൽ തുടങ്ങും. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണം. വേറെ ഒരു പണിയും ചെയ്യാതെ തന്നെ നമ്മൾ പിറകേ നടക്കുക കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും നമ്മൾ നാസ്തയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മീൻ കറിയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല, മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ മീൻ കറി തലേ ദിവസത്തെ എന്തെങ്കിലും വെച്ചിരിക്കും. അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. 2 എണ്ണം കഴിക്കാതെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിറകേ നടക്കും. മീൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അകത്ത് ഫുള്ള് സെർച്ചിങ് ആണ് 2 പേരും കൂടി. എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട്. അപ്പോൾ തുണികൾ ഇന്നലെ ഉമ്മച്ചി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഇട്ടിട്ടുണ്ടായിരുന്ന തുണികൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. ഇനി വേറെ വാപ്പച്ചിയുടെ ഡ്രസ്സൊക്കെ ചൂടുവെള്ളത്തിലിട്ടൊക്കെയാണ് ഡെറ്റോളിലൊക്കെ കഴുകി തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒന്ന് കഴുകും. കാരണം ചുമയല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു കരുതലോടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അമ്മച്ചിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഹേസ് ഉള്ളത് കൊണ്ട് ഭയങ്കര പേടിയാണ്, കുറച്ച് കരുതൽ കൂടുതലാണ്. വാപ്പച്ചി മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 പേരും ഭയങ്കര ഒട്ടി നടക്കുന്ന ടൈപ്പായിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയാനും പറ്റില്ല. അങ്ങനെയാണ്. എന്നാലും ഓക്കെ ആയി വരുന്നുണ്ട് വാപ്പച്ചിക്ക്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, അങ്ങനെ ചുമയൊന്നുമില്ല. ഒക്കെയാണ്. തുണികളൊക്കെ മടക്കി വയ്ക്കുന്ന സമയം കൊണ്ട് കാട് ഓടുകയാണ് കേട്ടോ. താഴത്തെ അമ്മമ്മയുടെ കൂടെ ഇരുന്ന് ഭയങ്കര കാര്യം പറച്ചിലൊക്കെയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് തൊട്ട് താഴെയാണ് കേട്ടോ ഒരു നൈബറുണ്ട് നമുക്ക്. അപ്പോൾ അമ്മമ്മയും അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടെ ഇപ്പോൾ ഒരു ബേബി വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. ഇന്നലെ ഡെലിവറി ആയിട്ടേ ഉള്ളൂ, മോളാണ്. അപ്പോൾ മാമിയോ മാമനൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മമ്മയും അപ്പൂപ്പനും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ രാവിലെയും വൈകിട്ടും അവരോട് ചെന്ന് കാര്യം പറച്ചിലാണ് ഇപ്പോഴത്തെ ജോലി. ഞാൻ അമ്മച്ചിയും അപ്പച്ചിയും ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് കോഴിക്കൊക്കെ തീറ്റിയിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ പോയി നിന്ന് അമ്മമ്മയായിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ. ടാറ്റ പറയലും ഉമ്മ കൊടുക്കലും കാര്യം പറച്ചിലും ഒക്കെയാണ്. അവൻ്റെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. അങ്ങനെ അമ്മച്ചി പുറത്ത് നിന്ന സമയത്ത് തെറ്റിപ്പഴമില്ലേ, അതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയാമെന്ന് എനിക്കറിയില്ല. ഇതേപോലെ ചുമന്ന ഒരു കായ ഉണ്ടല്ലോ, തെറ്റിപ്പൂവിൽ നിൽക്കുന്ന അമ്മുമ്മപ്പഴമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അത് അമ്മച്ചി പുറത്ത് നിന്ന സമയത്ത് പറിച്ചുകൊണ്ട് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നിന്ന് പുറത്ത് നിന്ന് കളിച്ചപ്പോൾ കയ്യിൽ മണ്ണൊക്കെ ആയതുകൊണ്ട് കഴുകി കൊടുക്കുകയാണ്. കൈ കഴുകുന്ന സമയത്ത് അവൻ്റെ വിചാരം കയ്യിലുള്ള കല്ല് കളയുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം. കയ്യിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല ഭംഗിയുള്ള 2-3 കല്ലുകൾ പറക്കിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, അത് മുറുകെ പിടിച്ചിരിക്കും കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നീട് നമ്മൾ എന്താണ് കയ്യിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന പോലെ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ കയ്യിലുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വായിലും എന്തെങ്കിലുമൊക്കെ മുത്തോ കല്ലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിലിടുകയെ. അപ്പോൾ ഉമ്മച്ചി വന്നതിന് ശേഷം ഫുള്ള് ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പോൾ ഉമ്മച്ചി ഇല്ലാത്തത് കൊണ്ട് ഓരോ ചെടികളും വാഴയും ചീരയും ഒക്കെ ഉമ്മച്ചി നോക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഉമ്മച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആത്തിച്ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പഴുക്കാറായി വന്ന് നിൽക്കുകയായിരുന്നേ. അപ്പോൾ അതിന് കവറൊക്കെ ഇട്ട സമയത്ത് താഴത്തെ അപ്പൂപ്പനും അമ്മയും ഒരു പച്ചിലപ്പാമ്പിനെ കണ്ടിട്ട് അതിനെ ഓട്ടിക്കുകയായിരുന്നേ. താഴെ ഉണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ അപ്പൂപ്പൻ അതിനെ ഓട്ടിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ തൊട്ട് താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേസറ്റിനാണെന്നുണ്ടെങ്കിൽ ഇസാടെ ഒരു മാല എടുത്തിട്ടാണ് നടക്കുകയാണ് കേട്ടോ. അത് ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇടാനും ഊരാനൊക്കെ നല്ല എളുപ്പമായതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എടുത്ത് സ്വന്തമാക്കി അങ്ങിട്ടൊക്കെയാണ്. അപ്പോൾ ഹേസറ്റൻ ഇവിടെ വന്നിട്ട് താഴേക്കും അപ്പുറത്തുള്ള വീട്ടിലേക്കും ഒക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പിരിവിനായിട്ട് ഒരു ബനാത്തിൻ്റെ സംഘാടകർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജെനുവിനാണോ അല്ലാത്തതാണോ എന്നുള്ള ഒരു ടെൻഷനും ആവലാതിയൊക്കെയാണ് കേട്ടോ. പുറത്തിറങ്ങാൻ തന്നെ ഒരു പേടിയാണ്. ഹേസു ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. മുമ്പത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷനാണ്. അങ്ങനെ അവരൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവൊക്കെ റെഡിയാക്കുകയാണ്. കുറച്ച് മൈദാമാവും മഞ്ഞൾപ്പൊടിയും ഏലക്കായും ഉപ്പും പിന്നെ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ എന്തെങ്കിലും ചേർക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് സോഡാപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ്. അതൊന്ന് സെറ്റായി കിട്ടുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഒരു മുട്ടക്കറി വയ്ക്കാമെന്നുള്ള പ്ലാനിലാണ്. ഞാൻ പറഞ്ഞില്ലേ, വാപ്പച്ചിക്ക് ചുമയൊക്കെ ആയതുകൊണ്ട് എരിവൊക്കെ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും കറി വെക്കണമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു മുട്ടക്കറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴത്തെ ഉള്ളി ഭയങ്കര കണ്ണിരിച്ചിലാണ് കേട്ടോ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊളിക്കുന്ന സമയത്തൊന്നും കരച്ചിലുണ്ടാവില്ല, കണ്ണീരൊന്നും വരത്തില്ല കേട്ടോ. പക്ഷേ ചിലത് ഉള്ളി പൊളിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര കണ്ണുനീറ്റിലായിരിക്കും കേട്ടോ. ഇത് അതുപോലത്തെ ഒരു ഐറ്റം ആയിരുന്നു, ഭയങ്കര കണ്ണുനീറ്റിലായിരുന്നു. ഒരു അരിയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പൊളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കണ്ണെരിയുന്നുണ്ടായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ അടുത്തുകൂടി പോയാൽ മതി, അലർജിയും പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കണ്ണീര് വരും. എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് കണ്ണെരിയുന്നുണ്ടായിരുന്നേ. ഇടയ്ക്ക് വെച്ച് നമ്മൾ സൗദിയിൽ ഇതേപോലെ ഉള്ളി വാങ്ങിക്കുന്ന നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നത് ഇന്ത്യൻ ഉള്ളി ആയിരിക്കില്ല. ചില സമയത്ത് പൈസാനും ഒരു മാറ്റമൊക്കെ വരും. ഷേപ്പിനാണെന്നുണ്ടെങ്കിലും ഇതേപോലെ എരിവിനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റിനാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, ചിലതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും, ചിലത് പ്ലാസ്റ്റിക് മാതിരി ഇരിക്കും. നമ്മുടെ ഇന്ത്യൻ ഉള്ളി കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഇന്ത്യൻ ഉള്ളി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അങ്ങനെ കിട്ടുന്ന സമയത്ത് പലതിനും പല ഫ്ലേവറും, എരിയുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കണ്ണ് നീറുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പലതും പല രീതിയിലാണ് കേട്ടോ. പക്ഷേ കാണാനെല്ലാം ഒരു ഫാമിലിയിലുള്ളതാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഉള്ളിയിലും വേറെ വേറെ സെക്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ചില സമയത്തൊക്കെ നമുക്ക് മുളക് വാങ്ങിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചില മുളകിന് എരിവ് കാണത്തില്ല, ചില മുളകിന് നല്ല എരിവ് കാണും. അതേപോലെയാണ് ഈ പച്ചക്കറിയുടെ കാര്യത്തിലും ചേഞ്ചസ് വരില്ലേ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹേസുട്ടൻ എന്തോ ആയിട്ട് വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ എൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്താണെന്ന് നോക്കാനായിട്ട് നിന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മച്ചിയിലെ കണ്ണാടി പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യത്തെ സംഭവമാണ്, പക്ഷേ കണ്ണാടിയുടെ കാര്യമല്ലേ, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ലൈൻ കട്ട് എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു. പിന്നീട് ഓക്കെ ആയി. ഹേസു കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു, വഴക്കൊക്കെ കൊടുത്തു, ഒരടിയൊക്കെ കൊടുത്തപ്പോൾ. അങ്ങനെ കുറച്ച് നേരം കരച്ചിലും പിന്നെ ആശ്വസിപ്പിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറി വയ്ക്കാനുള്ള പരിപാടിയിലോട്ടായിരുന്നു. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് ഗരം മസാലയുടെ മുഴുവൻ മസാല ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. അതായത് ജീരകം, പെരുംജീരകവും പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തൊന്ന് വഴറ്റി മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. ആ സമയം കൊണ്ട് പഴത്തിനുള്ളത്, പഴംപൊരിക്കുള്ള പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാൻ പുറത്ത് വെച്ചിട്ട് പഴംപൊരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ബാറ്ററൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പുറത്ത് പഴംപൊരി ആവുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ എരിവില്ലാത്ത മുട്ടക്കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമുക്ക് എന്തായാലും എരിവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്തെങ്കിലും ഇട്ട് എടുക്കണമെന്നുണ്ട്. വാപ്പച്ചിക്ക് എരിവില്ലാതെ ആദ്യം തന്നെ എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ കാരമലൈസ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ വാഴയ്ക്കപ്പവും നല്ല രീതിയിൽ പഴംപൊരി നമ്മുടെ ഇവിടെ വാഴയ്ക്കപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പഴംപൊരി എന്നായിരിക്കാം, അല്ലെങ്കിൽ വാഴയ്ക്കപ്പം എന്നായിരിക്കാം അല്ലേ, വേറൊരു പേര് എനിക്കറിയില്ല, ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഹേസുട്ടന് ഓരോന്നായിട്ട് വന്ന് ചോദിക്കും. പഴം, അതേപോലെ ചിപ്സ്, അങ്ങനെ സ്നാക്സ് ഐറ്റംസ്, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കരയുകയും ചിണുങ്ങയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് കൊടുക്കാറുണ്ട്. നോമ്പിൻ്റെ സമയത്ത് എന്തായാലും നമ്മൾ കൂടുതലും കിച്ചണിലാണെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പണികളും ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്ക് ടൈമൊക്കെ ഹേസുട്ടന് കിട്ടുന്നുണ്ട് കേട്ടോ. മെയിൻ ഫുഡൊക്കെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ടെങ്കിലും
ഇതേപോലെ സ്നാക്ക് ടൈമൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നാക്സൊക്കെ കൂടുതലും ഇതേപോലെ പഴംപൊരി ഐറ്റംസ്, സമൂസ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഓരോന്നും ഉണ്ടാക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇക്കായും ഫ്രൈഡ് ഐറ്റംസിൻ്റെയൊക്കെ ആളാണ്. അതുകൊണ്ട് അവനും ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലാണ്. അതുകൊണ്ട് അവന് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൊരിപ്പ് ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. കൂടുതലും വീട്ടിലുണ്ടാക്കുന്നതും നല്ല എണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോദകം, അതേപോലെ വാഴയ്ക്കപ്പം, സമൂസ, കട്ട്ലറ്റ്, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കരിക്കിൻ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് കരിക്കൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഉമ്മച്ചിയാണ് ഇന്ന് കരിക്കിൻ ഷേക്ക് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പണിയിലാണ് കേട്ടോ, മുട്ടക്കറി വയ്ക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കാണ് കേട്ടോ തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് 2-3 ഇളം തേങ്ങയും വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മുട്ടക്കറിയിൽ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി തേങ്ങയായിട്ടാണ്. ആ തേങ്ങ നല്ല രീതിയിൽ ഇളം തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വഴണ്ട് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. കുറേശ്ശെ ഇനി വെള്ളം ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കണം. കറി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഇളം തേങ്ങയും കൂടി ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി നല്ല രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി മാറുന്നത് നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആ ഒരു അരപ്പൊഴിച്ചതിന് ശേഷം എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാലല്ല എടുത്തിട്ടുള്ളത്. ആ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഒരു മുറി തേങ്ങ, ഇളം തേങ്ങയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളകും പച്ചമുളകും കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സെപ്പറേറ്റ് എടുക്കുന്നത്. വാപ്പച്ചിക്ക് എരിവ് പ്രശ്നമായതുകൊണ്ട് ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വാപ്പച്ചിക്ക് നേരത്തെ തന്നെ എടുത്ത് മാറ്റുകയാണ്. കുറച്ച് കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. അതിന് മുന്നേ തീ ഓഫ് ചെയ്യുക കേട്ടോ, അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക. അതിനുശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വയ്ക്കാം കേട്ടോ. സംഭവം എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇടിയപ്പം, ഒറട്ടി, പത്തിരി, ഇതിൻ്റെ കൂടെയൊക്കെ പോകും കേട്ടോ. നല്ലൊരു സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഈ കറി നന്നായിട്ട് പൊക്കോളും. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഞാൻ വാപ്പച്ചിക്കെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉള്ള ആ ഒരു കറിയിലേക്ക് കുറച്ച് പച്ചമുളകും പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അമ്മച്ചി അപ്പം ചുടുകയാണ്. അപ്പത്തിൽ നല്ല കരുക്കാണ് കേട്ടോ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഹേസുട്ടൻ ദാ വാപ്പച്ചിയും കൊണ്ട് ഇവിടെ അവൻ്റെ കുഞ്ഞ് ബുക്ക് വെച്ചിട്ട് ഓരോന്ന് പറയുകയാണ് കേട്ടോ. വാപ്പച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ABCD ആണെന്നുണ്ടെങ്കിലും നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ അതിങ്ങനെ പറയാണ് കേട്ടോ. 3, 4, 5. മച്ചി കരിക്കിൻ ഷേക്കൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ കോഴിക്കുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയും പിന്നീട് ചീരയ്ക്കുള്ള വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് പോയ സമയത്താണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വന്നതിന് ശേഷം റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. വാപ്പച്ചിക്ക് വയ്യായിരുന്ന സമയത്ത് ഫുള്ള് ആൾ ഹോസ്പിറ്റലിലും കാര്യമൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷവും പിന്നെ ഒരു മിനിറ്റും എവിടെ ഇരിക്കില്ല കേട്ടോ. ഓരോരോ പണികളിലായിരിക്കും. അപ്പോൾ കിച്ചൺ എന്തായാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാക്സിമം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സമ്മതിക്കില്ല. പുറത്ത് ഫുള്ള് ഓരോന്ന് നോക്കുകയാണ്. ചെടികളും അതേപോലെ കോഴിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓരോന്ന് നോക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും സെക്ഷനിൽ വിട്ടുപോയോ എന്നുള്ളത് നോക്കുകയാണ്. ഏതെങ്കിലും ചെടി കായ് വന്നിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ. നമ്മുടെ കർപ്പൂരമാവിലൊക്കെ ഒരുപാട് മാങ്ങ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര വിഷമമാണ്. രാവിലെ ചെന്ന് കാണുന്ന സമയത്ത് താഴെ ഇങ്ങനെ ഓരോ മാങ്ങ ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് ഉണ്ണിമാങ്ങ ആയിട്ട് കിടക്കും.
അപ്പോൾ അത് കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ്. കാരണം കർപ്പൂരം മാങ്ങ നമുക്ക് ഭയങ്കര പ്രഷ്യസാണ്. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുന്ന സംഭവമാണ്. പക്ഷെ അത് ഫുള്ളിങ്ങനെ കഴിഞ്ഞ നോമ്പിനൊക്കെ ഒരുപാടുണ്ടായിരുന്നേ. ഈ നോമ്പിനൊന്നും തന്നെ ഇല്ല. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊരിപ്പ് റെഡിയാണ്. പൊരിപ്പിന്ന് വാഴയ്ക്കപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സമൂസയുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സമയത്ത് ഇന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയില്ല. ഇന്നലത്തെ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം തന്നെ അതുപോലെ ഇരിക്കുകയായിരുന്നേ. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കരിക്കിൻ ഷേക്ക് ഉള്ളതുകൊണ്ട് ഓക്കെയാണ്. അങ്ങനെ നാരങ്ങ വെള്ളം കൂടി കസ്കസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വേണം, മസ്റ്റാണ്. എനിക്ക് നന്നായിട്ട് ദാഹമുണ്ട് നോമ്പിന്. എപ്പോഴും നമ്മളങ്ങനെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം വെച്ചിരിക്കും കേട്ടോ. അത് നമസ്കാരത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും തറാവിയൊക്കെ കഴിയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നാരങ്ങ വെള്ളം റെഡിയാക്കി വെക്കാറുണ്ട്. അതിനുശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഹേസുട്ടനെ റൂമിലേക്ക് ആക്കിയതിന് ശേഷം ഹോളൊക്കെ ഒന്ന് അടിച്ച് വരികയാണേ. കുറച്ച് നേരം കൊണ്ട് തന്നെ ആൾ നല്ല പണിയാക്കി തന്നിട്ടുണ്ട്. കസേരയൊക്കെ മറിച്ചിടലും ആ ഒരു റാന്തലൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഹേസുട്ടനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്തെങ്കിലും നേരത്തെ നോമ്പൊക്കെ തുറക്കുന്നതിന് മുന്നേ തന്നെ റെഡി ആയിട്ടിരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ ഹേസുട്ടനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പണികളൊക്കെ തീർത്തിട്ട് ഹേസുട്ടനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിന് ശേഷം വേണം എനിക്കും കുളിക്കാനായിട്ട്. അപ്പോൾ കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം ഇനി കുളിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം സമയം നോക്കിയപ്പോൾ 6:30 ആവാറായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ പോയി ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ജ്യൂസും എല്ലാം ഒന്ന് റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊരു 10 മിനിറ്റ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുളിക്കാനായിട്ട് പോവുകയാണ്. ഹേസുട്ടനെയും കുളിപ്പിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹേസുട്ടനെ റെഡിയാക്കി ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് ബാങ്ക് കേട്ടത്. അപ്പോൾ വന്ന് ഫ്രഷ് ആയതിന് ശേഷം നോമ്പൊക്കെ തുറന്നു. അങ്ങനെ ഈത്തപ്പഴവും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നോമ്പ് തുറന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരിയുടെ കാര്യം മറന്നുപോയി ഗൈസ്. അത് നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കും ആദ്യം തന്നെ, പിന്നെ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റാണ് നമ്മൾ അയ്യോ പഴംപൊരി എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിച്ചത്. ഉമ്മച്ചിയുടെ കരിക്കിൻ ഷേക്ക് സൂപ്പറായിരുന്നു കേട്ടോ. പേരക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സും കരിക്കിൻ ഷേക്കും ഒക്കെ കഴിച്ചു. അതിന് ശേഷം നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നും ആസ് യൂഷ്വൽ എല്ലാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഉണ്ട്. ഇതിനി തറാവിയൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരത്തിന് ശേഷം ചിലപ്പോൾ പോകുമായിരിക്കും, ചിലപ്പം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടന് വാഴയ്ക്കപ്പമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഹേസുട്ടന് പഴംപൊരി കൊടുത്തിട്ട് ഞാൻ നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നത്തെ നോമ്പ് നന്നായിട്ട് കടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പവും ഈ ഒരു മുട്ടക്കറിയും തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വയം പൊക്കി പറയുന്നതല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു പഴംപൊരി കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടൻ കഴിക്കുന്ന കണ്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് എഴുതിയിട്ട് എടുത്തതാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.